കറികൾക്ക് രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന കറിവേപ്പില നമ്മൾ കഴിക്കാറില്ലെങ്കിലും കറിവേപ്പില കട്ടിങ് കിട്ടിയാൽ നമ്മൾ കഴിക്കും, അതും ആസ്വദിച്ച് കഴിക്കും. ഇനി കറിവേപ്പില കട്ടിങ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്തു നോക്കിക്കോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഒരു പാത്രം എടുത്ത് 10 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കറിവേപ്പില തന്നെയാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇനി ചേർക്കാനുള്ളത് വറ്റൽമുളകാണ്. അതും എരിവുള്ള 7 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ പോസ് അടിച്ച് എണ്ണി നോക്കുകയൊന്നും വേണ്ട, 7 തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് ചേർക്കുന്നത്. അതും 1/2 ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 25 ഗ്രാം ഉള്ളി നെടുവേ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ചേർക്കുന്നത് 4 വെളുത്തുള്ളിയാണ്, നടുവേ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അടുത്തതായി അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ ചെറുതായി മുറിച്ച് അതും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു തേങ്ങ തല്ലി പൊട്ടിച്ച് അരമുറി ചിരകി എടുത്തിട്ടുള്ളതാണ്, അതും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ശേഷം ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഒരു കാര്യം മറന്നുപോയി, വീട്ടിലോ നാട്ടിലോ പറമ്പിലോ ഇവനാണവൻ നാരകത്തിൻ്റെ ഇല പറിച്ചു കൊണ്ടുവരാം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അത്യാവശ്യമുള്ളത് ചെറുനാരങ്ങയുടെ ഇലയാണ്. ചെറുനാരങ്ങയുടെ ഇല ഇല്ലാത്തവർ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. വീട്ടിൽ ചെറുനാരകം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, പ്രത്യേകതരം ടേസ്റ്റ് ആയിരിക്കും. 7 ചെറുനാരകത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നടുവേ കീറി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിനെ ഒരു പാനിലേക്ക് മാറ്റാം. ഇനി ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ അടുത്ത് നിന്ന് ഇളക്കിയെടുത്ത് വറുത്തെടുക്കുക. കുറച്ച് സമയം കട്ട് ചെയ്യാൻ പോകുകയാണ്. കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നോക്കിക്കേ എത്ര മനോഹരമായി വറുത്തെടുത്തിരിക്കുന്നു എന്ന് നോക്കിക്കേ. ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത് നല്ലതുപോലെ തണുക്കട്ടെ, മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മിക്സിയുടെ വലിയ ജാറിൽ ഇട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു വാളം പുളി എടുത്തിട്ടുണ്ട്. അസാധ്യ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഭംഗിയായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ദാണ്ടേ ഭംഗിയായിട്ട് പൊടിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില കട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയല്ലേ ചമ്മന്തിപ്പൊടി. അത് ആനയും ഇത് ഇയാടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. കറിവേപ്പില കട്ടിങ് അറിയാവുന്നവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നിങ്ങളുടെ സംശയമായിരിക്കും കറിവേപ്പില കട്ടിങ് നല്ല കയ്പായിരിക്കുമെന്ന്. കാരണം കറിവേപ്പില ചേർത്തത് കൊണ്ട് ഒരിക്കലുമില്ല. അതനുസരിച്ച് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കറിവേപ്പില കട്ടിങ് ഭയങ്കര ഹിറ്റാണ്. വേപ്പില കട്ടിങ് ഇതുപോലെ എടുത്ത് നല്ല കുത്തരിച്ചോറിൻ്റെ കൂടെ സാമ്പാർ, കടച്ചക്ക കുഴച്ചത്, സോയാബി വറുത്തത്, പിന്നെ നമ്മൾ തയ്യാറാക്കിയ വേപ്പില കട്ടിങ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയാമോ? നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ട് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതും കൂട്ടി ഒരു കയ്പ് കഴിച്ചു തുടങ്ങിയാൽ പൊന്നോ പൊളിയെന്നോ പറയാൻ പറ്റൂ. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം ആലപ്പുഴക്കാരൻ BJ.